മനുഷ്യൻ ഒന്നും അറിയണ്ട. ഞാനിവിടെ തല പോഞ്ഞിരിക്കുകയാണ്. ഇലക്ഷനിന് അടുത്ത് എന്തൊക്കെ പദ്ധതികൾ നമുക്ക് നടപ്പിലാക്കിയിട്ട് ആൾക്കാരെ പിടിക്കണം, വോട്ട് പിടിക്കണം. കേന്ദ്രത്തിൽ നിന്ന് എനിക്കാണ് എല്ലാം വിളിച്ചിട്ട് പ്രത്യേക ശാസന. ഒന്നും അറിയണ്ട, ഇങ്ങനെ ഇരുന്നാൽ മതി. അല്ലേ, അതിനിപ്പോ ഇഷ്ടം പോലെ വാഗ്ദാനങ്ങൾ നമ്മുടെ കയ്യിൽ കിടക്കുമല്ലേ. ഒരു നടക്കാൻ 200 വാഗ്ദാനങ്ങൾ അങ്ങ് പറയണം. വാഗ്ദാനങ്ങൾ കൊടുക്കാം, കുഴപ്പമില്ല. പക്ഷെ എന്നാലും എപ്പോഴും നമ്മൾ ഈ ഒരേ വാഗ്ദാനങ്ങളുമായിട്ട് ആൾക്കാരുടെ മുമ്പിൽ പോയണ്ടല്ലോ, അത് പ്രശ്നമാകും. നമുക്ക് പുതിയ വാഗ്ദാനങ്ങൾ എന്തെങ്കിലും കണ്ടെത്തണം. പുതിയ പദ്ധതികൾ. നമുക്ക് ഇലക്ഷന് എങ്ങനെ ആൾക്കാരെ നമ്മളിലേക്ക് അടുപ്പിക്കാം, നമ്മളെ പാർട്ടിയെ പിന്തുണയ്ക്കാം, അതിനുവേണ്ടി ഓരോരുത്തരും പറ. നിങ്ങൾ ഐഡിയ പറ. നമ്മൾ പഠിച്ച സ്കൂളിലേക്ക് നമുക്ക് പോയാലോ? എന്തൊരു സ്കൂളിൽ പോയി എന്തൊരു പിള്ളേർ വോട്ട് ചെയ്യോ? പിള്ളേർ പിന്നെ കുട്ടികളെ രക്ഷകർത്താക്കളെ കൊണ്ട് വോട്ട് ഉപയോഗിക്കാം. എന്റെ ആദ്യം ഒരു മുൻ മന്ത്രി ചെയ്തേ ഉള്ളൂ ഇവിടെ. അതൊന്നും നടക്കണ കാര്യങ്ങളൊന്നും. അപ്പൊ നമുക്ക് ഒരു സൈക്കിൾ യാത്ര നടത്തിയാലോ? കാലത്ത് എഴുന്നേറ്റ് ഒരു സൈക്കിളിലൂടെ അല്ലേ? ഭയങ്കര ഐഡിയ ആണ്. എന്നിട്ട് എന്തെയാണെന്ന് അറിയാമോ, ഓരോ കെട്ട് പത്രം കൂടെ സൈക്കിളിന്റെ ബാക്കി വെച്ചിട്ട് എല്ലാ വീടുകളിലും പത്രം കൂടെ എഴുതും. അപ്പൊ നിനക്കൊരു വരുമാനമായി. ഒട്ടത്രങ്ങൾ പറയില്ലേടേ. എന്തെങ്കിലും ഒരു നല്ല കാര്യം പറയുമ്പോ നമുക്ക് ഈ കോളനികളും നമ്മുടെ റെസിഡൻഷ്യൽ ഏരിയകളും അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ പോയി ഈ മുട്ടിലെഴണ പിള്ളേരെയൊക്കെ ചന്തി എഴുതി കൊടുത്താലോ? എന്റെ ഈ 5 വർഷത്തിൽ ഒരിക്കൽ ചന്തി അയ്യോ ചെന്നാൽ എല്ലാവർക്കും അറിയാം ഇത് വോട്ട് പിടിക്കാനുള്ള അടവാണെന്ന്. അതൊന്നും നടക്കൂലേ. വേറെ വല്ല കാര്യങ്ങൾ മാറി ചിന്തിക്കുക. എന്ത് ചെയ്യുമെന്നാണ് ഞാൻ ഇന്നലെ മുതലേ കിടന്നിട്ട് ഉറക്കവും ഇല്ല. ഒരു കാര്യം ആലോചിച്ചോ ഒരു പിടിയും കിട്ടണമില്ല. പ്രസിഡന്റ് ആണെങ്കിൽ 24 മണിക്കൂർ എന്നെ വിളിച്ചോ. നോക്കിയാളിയാ, സുമനസ്സുകളുടെ കനിവ് തേടി മാതാവ്. അളിയാ, ഈ മാതാവിന് നമുക്ക് കുറച്ച് കനിവ് കൊടുത്താലോ? ഒരു മോന് വൃക്ക വേണം. വൃക്ക മാറ്റി വയ്ക്കലിന് സഹായം തേടുകയാണ്. അത് കൊള്ളാം. ഈ മാതാവിനെ നമുക്ക് സഹായിക്കാം. പക്ഷേ ഇതൊന്നും ഞാൻ ആലോചിച്ചു വേറൊരു സംഭവം. ഇതിപ്പോൾ ഈ മാതാവിന് മോന് വൃക്ക വേണം. നമുക്ക് ഇതുപോലെ മറ്റ് അവയവങ്ങൾ വേണ്ട ആൾക്കാരെയൊക്കെ കണ്ടെത്തി കുറേ ആൾക്കാരെ കൊണ്ട് അവയവദാനത്തിന് നമുക്ക് സമ്മതിപ്പിക്കാം. അപ്പം അതൊരു സമൂഹത്തിനൊരു നന്മയുള്ള ഒരു കാര്യം. മനസ്സിലായി? ഇപ്പം കരൾ വേണ്ടത്, കണ്ണ് വേണ്ടത്, ഹൃദയം വേണ്ടത്, അതൊക്കെ മാറ്റി വയ്ക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ടല്ലോ. അപ്പം അവർക്ക് വേണ്ടിയിട്ട് നമുക്ക് ആൾക്കാരെയൊക്കെ ഒന്ന് ക്യാൻവാസ് ചെയ്ത് ഒരു അവയവദാന പരിപാടി. അതെ.